നമുക്കിനി കാസർഗോഡേക്ക് പോകാം. അവിടെ കെ വി രാഹുൽ ഉണ്ട്. കാസർഗോഡ് മധൂർ ക്ഷേത്രത്തിൽ നിന്നാണ് കെ വി രാഹുൽ വിവരങ്ങൾ പങ്കുവയ്ക്കുക. രാഹുൽ, പൊതുവെ അവിടെ വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന് ക്ഷേത്രത്തിന് ചുറ്റുമൊക്കെ ഇവിടെ ഇപ്പോൾ നിലവിൽ കനത്ത മഴ പെയ്ത സ്ഥിതിക്ക് എങ്ങനെയാണ് അവസ്ഥ? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനെ അപേക്ഷിച്ച് ഇപ്പോൾ മഴയുടെ അളവ് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുറച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ്. എങ്കിൽ തന്നെയും താരതമ്യേനയാണ് പറയുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ജില്ലയിൽ ഉടനീളം തന്നെ പെയ്യുന്നുണ്ട്. രാവിലെ തന്നെ കാണാം കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മധൂർ ക്ഷേത്രത്തിൽ പതിപോലെ വെള്ളം കയറിയിട്ടുണ്ട്. എങ്കിലും താരതമ്യേനയാണ് ഇന്നലത്തെ അപേക്ഷിച്ച് ഏകദേശം 1.5 അടിയോളമെങ്കിലും ഈ ക്ഷേത്ര വളപ്പിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം മഞ്ചേശ്വരത്താണ് കാര്യമായ ഈ വെള്ളക്കെട്ട് കാരണമുള്ള ദുരിതം ഇന്നലെ ഉണ്ടായിരുന്നത്. ഒരു കാറ് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. ആ മേഖലയിലും ഏതായാലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ എല്ലായിടത്തും ഇടവേളകളിൽ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ കുറഞ്ഞെന്ന് മാത്രം. ഇന്ന് രാത്രി മഴ പേരാതെ കൊണ്ട് എങ്കിൽ ഇപ്പൊ വെള്ളമൊന്നും കുറഞ്ഞിട്ടില്ല. വെള്ളം പോകാൻ ഭയമില്ല. താഴെ ഇറങ്ങാൻ പോകാൻ ഭയമില്ല. കെട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്നു നോക്കി എത്ര വെള്ളം ഉണ്ട് അവിടെ? വാളുണ്ട്. അമ്പത്തിന്റെ സ്റ്റാഫ് തന്നെ 10-15 പേര് സ്റ്റാഫ് തന്നെ ഉണ്ട്. അപ്പുറത്തെ വീടുകളിലൊക്കെയോ എല്ലാം മുങ്ങിയിട്ടുണ്ട്. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞ് മഴ രാത്രി കുറഞ്ഞ കൊണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ മഴ ഇപ്രാവശ്യത്തെ? മഴ എങ്ങനെയുണ്ട്? നിന്നൊന്നും കുറവുണ്ട്. ഇപ്പൊ നിന്നത് ഇത്ര ഉണ്ടായി അല്ലോ, ഇപ്പൊ കുറവായി കുറച്ച്. ഇന്നലെ ഇവിടെ അരയോളം ഉണ്ടായിരുന്നോ? ഇന്നലെ അരയോളം വെള്ളം ഉണ്ടായി. ഉണ്ടായി, കൊറേ ഉണ്ടായി. അപ്പൊ രാവിലെ ഫസ്റ്റ് ഉണ്ടായിട്ടാ പിന്നെ കുറച്ച് ടൈം ആകുമ്പോ അധികം ആവണ്ട് പോയി. പിന്നെ ആള് വീടാത്ത എല്ലാവരും പോയി. വീട് ഇവിടെ തന്നെയാണോ? എന്റെ വീട് കുറച്ച് അങ്ങോട്ട്. അവിടേക്ക് എങ്ങനെയാ സ്ഥിതി? അവിടെ ഹൈറ്റ് എന്താവില്ല. എന്റെ ഗുഡ് തന്നെ മീത്തില് വീടുള്ളത്. അതിന് പ്രശ്നമില്ല. ഈട വരെ മാത്രമായി. ഇത്ര അങ്ങോട്ട് എന്തില്ല, എന്തില്ല. അത് പ്രതി വർഷം അങ്ങനെയായിരുന്നു. ഈട വരെ മാത്രമായിരുന്നു. അല്ല, അങ്ങോട്ട് പോകുന്നില്ല. ബാക്കിയുള്ള ആളുകളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ വീടോ? അതെല്ലാം ഇങ്ങോട്ട് ഈട വെല്ല പറഞ്ഞ ഒരേ വീട് മേശാന്തിയുടെ വീടുണ്ട്. ഈട പൂജണ്ട് ഓരുടെ മാത്രം. പിന്നെ ഏത് വീട്ടിലേക്ക് വല്ല വന്നിട്ടാ. കാസർഗോഡിന്റെയും അവസ്ഥ അത് തന്നെയാണ്.